ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അച്ചാർ ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ആണല്ലേ. പക്ഷേ അത് ഒരു ബിസിനസ്സിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ളൊരു ഡൗട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ സാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണ് അച്ചാർ. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അച്ചാറുണ്ട്. മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അല്ലേ. ഇപ്പോഴത്തെ ഒരു അച്ചാർ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ ബിരിയാണിക്കുള്ള അച്ചാറൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാടൊന്നുമില്ല. ഇപ്പം നാരങ്ങ മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. പക്ഷേ ഈ ബിരിയാണി അച്ചാറൊക്കെ നല്ല ഡിമാൻഡുള്ളതാണ്. നമ്മുടെ ഏരിയയിലൊക്കെ നല്ല ഡിമാൻഡാണ് ഈ ബിരിയാണി അച്ചാറിന്. എപ്പോഴെങ്കിലും മാത്രമേ കിട്ടുള്ളൂ, അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പം നിങ്ങളും നിങ്ങളുടെ ഏരിയയിലൊക്കെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള അച്ചാറാണോ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് മാർക്കറ്റിലോട്ട് ഇറക്കാൻ പറ്റും. ഈ ഒരു അച്ചാർ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ബിസിനസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഷോപ്പുകളിലും ഒക്കെ സെല് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ആകും. പിന്നെ ഒരുപാട് പേർക്കൊരു ഡൗട്ടുണ്ട്, നമുക്ക് നാച്ചുറലായിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ സാധാരണ കേടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ചും കൂടി കാലം കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രിസർവേറ്റീവ്സ് ആണ് ആഡ് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി പ്രിസർവേറ്റീവ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്ന അയ്യോ ഇതെന്താ വിഷമാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. പ്രിസർവേറ്റീവ്സ് കറക്റ്റ് അളവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വിഷവും നമ്മുടെ ഹെൽത്തിന് മോശമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ, കറക്റ്റ് അളവിൽ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചാറിൽ എങ്ങനെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും, എന്ത് പ്രിസർവേറ്റീവ്സാണ് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. അതുപോലെ ഓഫ്ലൈൻ ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഫുഡ് ബിസിനസ്സിനെ പറ്റിയിട്ട്. അതുപോലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അച്ചാർ ബിസിനസ്സിൻ്റെ തന്നെ ഒരു ട്രെയിനിങ്, അച്ചാറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അച്ചാറിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സും ലൈസൻസും ഓൺലൈൻ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ താഴെ ഒരു നമ്പർ തരാം, അതിലോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് സിലബസ് കിട്ടും. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ നിങ്ങളതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ തുടങ്ങുകയല്ലേ. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നന്നായിട്ട് പാചകം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സായിട്ട് അത് കൺവേർട്ട് ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം.